ചേച്ചിക്ക് ഓർമ്മയില്ലേ ചേച്ചി? എന്ത്? കൊടുങ്ങവളയിലെ വീടിന്റെ ബാക്കിൽ ഭയങ്കര കാടല്ലായിരുന്ന? 2-3 പന നിപ്പുണ്ടായി, അല്ലാതെ അവിടെ കാടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പനയാ? ഒന്ന് പോവിടുന്ന്. ഇപ്പോഴും ഉണ്ടല്ലോ അത് കുറച്ച് കാട് അവിടെ. എവിടെയാ അമ്മ? അവിടെ കാടൊന്നും കണ്ടിട്ടില്ല. അതിന് അമ്മ ഇപ്പൊ ഒരു പ്രാവശ്യം കണ്ടിട്ടില്ലല്ലോ. അമ്മ അങ്ങോട്ട് പോകാനില്ല. അതോടുകൂടി ഞാൻ മടുത്തു. നിങ്ങളൊന്ന് പറയാനൊന്ന് സമ്മതിക്കോ? ആ കാടിന്റെ അവിടെ നിന്ന് എന്തോരം മൃഗങ്ങൾ വരുമായിരുന്നു, എന്തോരം. കൊടുങ്ങാവലല്ല. പിന്നെ ആനയും പുലിയും കടുവ അതൊക്കെ ഇറങ്ങുമായിരുന്നു. എന്തോരം കുരങ്ങന്മാർ. ഒരു പ്രാവശ്യം ഇതുപോലെ ചെറുതില് ഞാനും ക്ലീറ്റോച്ചേട്ടനും അവിടെ പോയി നിന്ന് വാതില് തുറന്ന് ഞാൻ അങ്ങ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ എന്റെ പൊന്നേച്ചി ഒരു മയിലിങ്ങനെ വീളിങ്ങനെ വിടർത്തി എന്ത് രസമാണെന്നറിയോ കാണട്ടെ. അതിങ്ങനെ നാട്. മയിലിനപ്പൊ നീ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? ചേച്ചി കണ്ടിട്ടുണ്ടാ? ഇവിടെയൊക്കെ മയിൽ വരാറുണ്ടല്ലോ. അത് കൂട്ടം തെറ്റി വരുന്ന മതി. ഇത് ഒന്നൊന്നും അല്ല വരുന്നത്, എത്ര എണ്ണങ്ങൾ വരും. അല്ല, പുലിയും കടുവയൊക്കെ കണ്ടിട്ടുണ്ടോ? പുലിനെ കടുവനെ ഞാൻ കണ്ടില്ല, അതൊക്കെ അച്ചാച്ചനൊക്കെ കണ്ട. ഞാൻ ആനനെ കണ്ടിട്ടുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം ആനനെ കണ്ടിട്ടുണ്ട്. എവനെ കൊണ്ടുപോയിട്ടുണ്ടോ? ഇവനെങ്ങനെ ആന അതുവഴി നടന്നു പോകുമ്പോഴൊക്കെ ആനക്കൊക്കെ ഞങ്ങൾ പഴം കൊടുത്തിട്ടുണ്ട്. അച്ചാച്ച അന്നൊരു പണ്ടില്ലേ കൊടുങ്കാവളയില് പിന്നെ കാട്ടാന ഇറങ്ങിയില്ലേ, അച്ചാച്ചനെ അതിന്റെ പുറത്ത് കയറിയില്ലേ? പുറത്ത് കയറിയോ കാട്ടാനയുടെ? പിന്നെ കാട്ടാനയുടെ പുറത്ത് കയറുന്നതിന് ഈ കാട്ടാനെ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ചാണല്ലോ നാട്ടാനെ ആവുന്നത്. കൊച്ചുനാളി ഒരു 3-4 വയസ്സുണ്ട് ഞങ്ങൾക്ക്. 4 വയസ്സുണ്ടോ? അന്ന് 4 വയസ്സും. 4 വയസ്സ്. ലില്ലിപ്പണ്ണായാലും ചെറുതാ. കാട്ടാന കൊണ്ട് അവിടുത്തെ കരിമ്പുനോട്ടം എല്ലാം നശിപ്പിച്ച് നമ്മുടെ വീടിന്റെ അവിടെ വന്ന ഒരു ഒറ്റ നിപ്പ്. അപ്പച്ചൻ പറഞ്ഞു കയറരുത് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിൽക്കുവോ? ഞാനൊരു കൊച്ച ആനയുടെ അത്ര ഉണ്ടല്ലോ, എനിക്കൊരു കൗതുകം. അപ്പച്ചാ എനിക്ക് കാട്ടാനയുടെ മേളിൽ കയറാം. അപ്പച്ചൻ നീ കയറും, ആനയെ അടങ്ങനെ ചെറുക്കനാന്ന് പറഞ്ഞു. കാലം ചവിട്ടി ആ മേളിൽ കയറി. മേളിൽ കയറിട്ട് അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതെനിക്ക് പറഞ്ഞേ തൊട്ടില്ലായിരുന്നു, ഊരകൊക്കെ കുറുക്കി കുടിച്ചിട്ട് തൊട്ടിൽ കിടക്കുമായിരുന്നു. ഞാൻ പിന്നെ ആനയുടെ പുറത്തിരുന്നോണ്ട് ഭയങ്കര ഒരു ഏണിമാവുണ്ട് മൂവാണ്ടൻ, അതിനകത്ത് മാങ്ങ മൊത്തം ആനയെ കൊണ്ട് പരിപ്പിച്ചിട്ടാ ഞാൻ താഴെ ഇറങ്ങിയത്. കീരിയൊക്കെ പിന്നെ ഒക്കെ പൊരിച്ചൊക്കെ കിളിട്ടച്ചേട്ടൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ആന എടുത്തോട്ട് വരത്തില്ല. ഇത് പറഞ്ഞാലേ ഞങ്ങളുടെ വീട്ടിൽ പൊന്നാമ്പുറത്ത് ഒരു അണ്ടാവിനകത്ത് വെള്ളം വെക്കുമായിരുന്നു. എന്തിനാ? ആന, കീരി, ചെന്നായ, കുറുക്കനൊക്കെ ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി. പൂളുവോ ആന്നുള്ള കൊടങ്ങാവളൊക്കെ അന്ന് ശരിക്കും കാടായിരുന്നു. സത്യം. കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ വിഷയക്ക് വേറെ കഥ പറയട്ടെ. ലില്ലിപ്പണ്ണ ഒരു 3-3.25 വയസ്സ് പ്രായം. അപ്പൊ അമ്മച്ചി തുണി അലക്കിക്കൊണ്ടിരിക്കുക, ഞാൻ മുറ്റത്ത് എന്തൊക്കെയോ ഓലക്കാലി ഇരുന്നോണ്ടിരിക്കുക. ലില്ലിപ്പണ്ണ ഉറക്കമെന്ന് പറഞ്ഞു ഞാൻ കൊണ്ട് കട്ടിലെ കൊണ്ട് കിടത്തി. മച്ചി കേട്ടോണം, കേക്കുവാ. നല്ല ഉറക്കത്തിൽ കിടന്ന് ഞാൻ വന്ന് ഓലക്കാലി ഇരുന്നോണ്ടിരിക്കുമ്പോ ലില്ലിപ്പണ്ണിന്റെ കരച്ചില്. ചെന്ന് നോക്കുമ്പോ എന്തുവാ, ലില്ലിപ്പണ്ണിന്റെ കട്ടിൽ സൈഡ് ഇങ്ങനെ ഒരു പെരുമ്പാമ്പ്. ഇങ്ങനെന്ന് പറഞ്ഞ ഇങ്ങനെ നോക്കി നിൽക്കും അവിടെ ഇങ്ങനെ. മോനെ തക്കടു, പെരുമ്പാമ്പെന്ന് പറഞ്ഞാൽ നീ യൂട്യൂബിൽ കാണുന്ന സാധനമല്ല, ഒരു പെശക് സാധനം. നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണത്തില്ലേ, അണ്ടാക്കോന അന്നാക്കൊണ്ട. അയ്യോ അറിയത്തില്ല ഞങ്ങൾ പാവങ്ങള്. അവസാനം അമ്മച്ചു വന്നത് കണ്ടിട്ടോ ഒറ്റ നില എന്റെ കൊച്ചിനെ പാമ്പ് പിടിച്ചത് നോക്കിക്കുമ്പോ എന്റെ കുഞ്ഞിപ്പെങ്ങളവിടെ കിടക്കുവോ. ഞാനവിടെ പേടിച്ച് മാറാൻ പറ്റുമോ? ഇങ്ങോട്ട് അപ്പൊ എനിക്ക് അന്നേരം ഒരു 6-6.25 അംഗനവാടി ഉണ്ടല്ലോ. പള്ളഭാഗത്ത് ഇങ്ങോട്ട് പിടിച്ച് കോരിക്കൊണ്ടുവന്ന അലക്കുകല്ലിട്ട് പടാശെന്ന് പറഞ്ഞു ഒറ്റയടി. അലക്കിക്കൊണ്ടിരിക്കുവായിരുന്നില്ലേ? അല്ല, അമ്മ അലക്ക് കയറ്റി അകത്ത് വന്നല്ലോ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടോ. അതല്ല ഇങ്ങനെ കയറി ചോദിക്കരുത്, അതാ ഫ്ലോ പോവും. ഒറ്റയടി ചെതറിപ്പോയി. അന്നേകാലം മലമ്പാമ്പ് എന്നെ വിഴുങ്ങിയിരുന്നെങ്കിലാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ ഞാൻ ഉണ്ടാവും. നല്ലൊരു നാത്തൂനെ മാവിയെ നഷ്ടപ്പെട്ടത്. സത്യം, ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടണ നിന്നെയാ. എടാ കേട്ടോടാ, ഇവരുടെ കൊടങ്ങാവിളയില് ആനയും പാമ്പും പുലിയും കടുവയും എല്ലാം ഉണ്ടായിരുന്നടാ. കനക അച്ഛമ്മ അടുത്ത് നോക്കണ എഴുന്നേറ്റ്. അത് 2-3 ദിവസമായിട്ട് അങ്ങനെ തന്നെ ചേച്ചി. കഴിഞ്ഞ ദിവസം ഞാൻ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് നല്ല തലവേദനയായിരുന്നു. ഞാൻ കിടക്കുമായിരുന്നു വയ്യാതെ. അപ്പൊ ഏട്ടൻ വന്നിട്ട് പറഞ്ഞു, എടി എനിക്ക് ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഏട്ടാ എനിക്ക് ഭയങ്കര തലവേദന, ഏട്ടനൊന്നും ഉണ്ടാക്കൂന്ന് ചോദിച്ചു. അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പ തൊട്ട് തുടങ്ങിയ ദേഷ്യം.
പറഞ്ഞു ഇനി നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരണ്ട, ഇനി ഇവിടുത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം. ഇപ്പൊ 2-3 ദിവസമായിട്ട് എല്ലാം തന്നെയാ ചെയ്യണം. ആണോ? ചോറും കറിയൊക്കെ തന്നെ ഉണ്ടാക്കും? ചോറും കറിയൊന്നും തന്നെയാ, പാത്രം വീഴുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നു. അത് ചായ ഇടും, പിന്നെ തനിയെ ചൂടുവെള്ളം ചൂടാക്കി മേലൊഴുകും, പിന്നെ തനിയെ ഡ്രസ്സൊക്കെ അലക്കും. നിനക്ക് റെസ്റ്റ്. ഓഹോ, എനിക്ക് റെസ്റ്റ് ആണല്ലോ. ഈ കാര്യം മാത്രമാണല്ലോ ഞാൻ ചെയ്തോണ്ടിരിക്കണത്, വേറുള്ള ഒരു കാര്യം ചെയ്യണം. അവർക്ക് മറ്റു മൃഗങ്ങളെയൊക്കെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ആനയ്ക്ക് പഴം കൊടുക്കണം, നമ്മള് തള്ളിയതാന്ന് പറഞ്ഞോണ്ടിരിക്കുക. മറ്റേ പുലിക്ക് പാല് കൊടുക്കണം, വെള്ളം കൊടുക്കണം, ഉണ്ടാവും വെള്ളം. ഉള്ള കാര്യമായി പറഞ്ഞത്. ഇവരൊക്കെ വിശ്വസിപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? അത് അത്രേ ഉള്ളൂ. നിങ്ങൾ ചെറുതിലെ പുലിപ്പാലല്ലേ കുടിച്ചോണ്ടിരുന്നത്? പുലിപ്പാല് പുലിനകം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ അപ്പച്ചന്റെ ഇവിടെ പുലിനകം ഉണ്ടായിരുന്നു. പുലിപ്പാലൊന്നും കുടിച്ചിട്ടില്ല. അങ്ങനെ പുലിപ്പാലും പുലിനകം ഉള്ളതുകൊണ്ട് എന്റെ ക്ലീറ്റോ ചേട്ടൻ അവിടെ പിടിച്ചു നിൽക്കുന്നു. അത് തന്നെ. ഒട്ടകം വരുമായിരുന്നു അവിടെ? വീട്ടില് ഇല്ല, ഒട്ടകമില്ല. ഒട്ടകത്തിന്റെ ക്യാമലിന് മഷി ഉണ്ടായിരുന്നു ഞങ്ങള്. ചെല്ല് അച്ചാച്ചൻ ചെല്ല്, അത് കൊണ്ടുവയ്ക്കുമോ? ഇനി നാളെ ആങ്ങളും പെങ്ങളും കൂടി വരണേ. വിശ്വസിച്ച് അതെ അതെ അതെ. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഇവർക്ക് ഇതിനകത്ത് ശോഭിക്കാൻ പറ്റൊരു മത്സരേനെ ആക്കാം. ഓ, എന്റെ ദൈവമേ, ഇത് 2 ദിവസം അലക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് തീരുവല്ലോ പൊടി. എന്തിന് ഇത്രയും പൊടി ഇടണ ഒരു പാൻറ് കഴുകാൻ? എനിക്കറിയാം ഇതെങ്ങനെ ചെയ്യണമെന്ന്, എന്തൊക്കെ ചെയ്യണമെന്നും എനിക്കറിയാം. ഇവിടെ വേറെ ആരും എന്നെ പഠിപ്പിക്കണ്ട. ഒരാളുടെ സഹായം ഒരാളെ ജീവിച്ചിട്ടുണ്ട്. എടാ, അത് മുഴുവൻ സോപ്പും പോണ്, മാറി ഞാൻ സഹായിക്കാം. വേണ്ട വേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. നീ എന്തിനീ കടിച്ചത്? ഞാൻ നിന്നെ സഹായിക്കണോന്നല്ലേ ചോദിച്ചു. ആരെ സഹായം വേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. എന്നാ ചെയ്. അതിപ്പോ തന്നെ അലക്കാൻ പോവാണോ? പിന്നല്ലേ, അത് മുക്കി വെക്കണം കുറച്ചു നേരം, എന്നാലേ അഴുക്ക് ഇളകുള്ളൂ. ഓ എനിക്കറിയാം. ഇതിനൊരു ബ്രഷ് ഉണ്ട് ഉരയ്ക്കാൻ. ഇതിങ്ങനെ ഇട്ട് തല്ലി അലക്കിയിട്ടുണ്ടെങ്കിൽ ബട്ടൺസ് ഒക്കെ പൊട്ടിപ്പോവും. ഞാൻ ചെയ്തോളാം, പോയി. സഹായിക്കണോ? വേണ്ട, ആരെ സഹായം വേണ്ട. കുറച്ചു ഇരിക്കട്ടെ. ചിലപ്പോൾ അവള് പറഞ്ഞ അടുക്ക് പോയില്ലെങ്കിൽ കുറെ കാലം ഒറ്റയ്ക്കാണ് ജീവിച്ചത്. ക്യാമ്പിലായിരുന്നപ്പോഴും ഇവിടെ സ്റ്റേഷനിൽ ക്വാർട്ടേഴ്സ് കഴിഞ്ഞപ്പോ ഒറ്റയ്ക്ക് തന്നെ ആവശ്യം. ഒരാളുടെ ഔദാര്യം വേണ്ട, ഒറ്റയ്ക്ക് തന്നെ ഇവിടെ നിന്ന്. അല്ല ഇപ്പൊ
പഴത്തൊലിയും തിന്ന. ഈ പാത്രം പിന്നെ ആരെയാണ്? നമ്മൾ ഒറ്റയ്ക്കെല്ലാം ചെയ്യേണ്ടത്. മച്ചമ്പി ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ മച്ചമ്പി? ഇത് ലില്ലിപ്പണി ചെയ്യത്തില്ലേ? ഞാൻ ചെയ്തെന്താ കുഴപ്പമുണ്ടോ? ഇതെന്റെ യൂണിഫോം അല്ലേ? ഏടാ ഒരു നിസ്സാര വഴക്കുണ്ടായെന്ന് പറഞ്ഞ് കിടക്കൻ ലില്ലിപ്പണ്ണി വെച്ച ആഹാരമൊന്നും കഴിക്കത്തില്ലായിരിക്കുമല്ലോ. ഞാൻ സ്വന്തമായിട്ട് എന്റെ പാചകമൊക്കെ ഇപ്പൊ എനിക്ക് ആരുടെ സഹായം വേണ്ട, ആരുടെ ഔദാര്യം വേണ്ട. അയ്യേ അയ്യെന്നാ എന്താ ഇങ്ങനെയുള്ള കാര്യത്തിനകത്ത് ഉദാസനത്ത് മച്ചമ്പി ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചത് ഒട്ടും ശരിയായി. നിനക്ക് കാര്യം അറിയത്തണ്ട. നമ്മൾ ആരെങ്കിലും ആശ്രയിക്കുന്നെന്ന് അവർക്ക് തോന്നുമ്പോ അവർ ഇത്തരം ഡിമാൻഡിലിടും. നമ്മൾ അവർ ആശ്രയിക്കുന്നില്ല എന്ന് കണ്ടാൽ അവർ നമ്മുടെ പിറകെ വരും. ഈ ഡിമാൻഡ് ഇടുന്ന ആശ്രയിക്കുന്ന പറഞ്ഞ സ്വന്തം ഭാര്യയല്ലേ? ആരാണ് ഭാര്യ ആണെങ്കിലും മക്കളാണെങ്കിലും ആരാണ് ശരിയാണ്. പിന്നെ അങ്ങോട്ട് മൊത്തം പാചകം. ഇനി മുതൽ എന്റെ സകല കാര്യങ്ങളും ഞാൻ തന്നെ നോക്കും. മനസ്സിലായില്ലേ? നീ വാ, നീ വന്ന ഒരു കാര്യം പറ. വാടാ. വാടാ. ഞാനുണ്ട്. കടയിൽ പോകാനാണ് എന്തോ വേണ്ടെന്ന് ലിസ്റ്റ് എഴുതി തരണേ. ഞാൻ എന്നാലും ചെന്ന പോലെ അവിടെ ചെന്ന് മാറിപ്പോയിട്ട് പിന്നെ വന്ന് കിടന്നു. സാധനമൊന്നും വേണ്ട, പിന്നെ ഇത്തിരി മനസമാനം വേണം. മനസ്സമാനത്തിന് പൈൻ്റ് എടുക്കണേ 10-300 രൂപ. എൻ്റെ ഒന്നുമില്ല. 100 രൂപ ഉണ്ട്. ഞാനവിടെ വെളിയിൽ എൻ്റെ ഒരു പാൻസ് കൈവിട്ടിരിക്കുന്നു, ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഉറങ്ങാൻ വേണ്ടി വന്നതാണ്. ഉറങ്ങിപ്പോകുന്ന സമയത്ത് മഴ എങ്ങാനും പെയ്താൽ അതെടുത്ത് അകത്തേക്ക് ഇടുന്നു. ഒരു സമാധാനത്തിന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ തന്നിരിക്കുന്നത്. വേറെ വല്ല കഴിവാനോ വല്ലതും ഉണ്ടോ? എനിക്ക് ആരുടെ ഔദാര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്. ഒരുപാട് നാൾ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ നിന്ന് ആരെയും കൊണ്ടുപോയിട്ടല്ല ജീവിച്ചേ. ഉറങ്ങണം. പാൻറ് നോക്കൂലി. നിങ്ങളൊന്നും വഴക്കുണ്ടായത് എനിക്ക് 10 പൈസ കിട്ടും. ഉറങ്ങണം എനിക്ക്. ഇനി മഴയൊന്നും പെയ്യത്തില്ലായിരിക്കും. നൂറാൻ കൈ വെച്ചോണ്ട് മഴ നോക്കി ഞാൻ ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ നായരേട്ടൻ്റെ കടയിൽ പോയാൽ നല്ല ചൂട് നെയ്യപ്പം, കടുപ്പത്തി ഒരു ചായ. അത് പെയ്യത്തില്ല. ഒരല്പം പോലെ ആത്മാർത്ഥ കാര്യം. എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ച ഉത്തരവാദിത്തോടെ ചെയ്യാൻ ശ്രമിക്കണം. മഴ ജീവിതം മൊത്തം ഇങ്ങനെ ആയിപ്പോലടാ. നിങ്ങളുടെ മലയാളം തന്നെയാ പറഞ്ഞിട്ട് പോയത്. എനിക്ക് അത്യാവശ്യമുണ്ടല്ലോ പറഞ്ഞു എൻ്റെ അടുത്ത്. നമ്മുടെ പാതാമ്പുറത്തങ്ങനെ കുറച്ചേരം ഇട്ടൊന്ന് വാടി വരുന്നു.
എന്തുവാടി ഇത്? എനിക്ക് അത്രയും അത്യാവശ്യമായിട്ടല്ലേ ഇവിടെ കിടന്ന് കോരം പ്രസംഗിച്ചിട്ട് പോയത്. അത് ഒരുത്തനെ ഏൽപ്പിച്ചിട്ടും പോയി. മഴ വന്ന സമയത്ത് ഒന്നും എടുത്ത് അകത്തിടണോ വേണ്ടേ? എടാ അത് ഞാൻ അറിയണ്ടേ? നിന്റെ അടുത്ത് ഇനി പറയണോടി. മഴ പെയ്താ എന്റെ വസ്ത്രം കണ്ട അറിഞ്ഞൂടെ? എന്റെ യൂണിഫോം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ അറിഞ്ഞില്ല അവിടെ ഉണക്കാൻ വേണ്ടി വിരിച്ചിട്ടേക്കുന്നത്. ഇനിയിപ്പൊ ഇടാൻ വേറെ ഒന്നും ഇല്ലേ? ഉണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുവോ? നനഞ്ഞില്ലേ ഉള്ളതെല്ലാം? ഞാൻ ആ നനഞ്ഞു കിടക്കുന്നത് എങ്ങനെയെങ്കിലും ഉണക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇരിക്കണുണ്ടോ?